കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ആദ്യൊരു പോർഷൻ നമ്മൾ കവർ ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് 13ാമത്തെ പേജിലുള്ള മനുഷ്യർ കേന്ദ്രമാവുന്നു എന്നൊരു ചാപ്റ്ററാണ്, എന്നൊരു ഭാഗത്തോടെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെന്താണ് പറയുന്നത്? മനുഷ്യർ കേന്ദ്രമാകുന്നു എന്ന് പറയുന്നത് ചുരുക്കം ആദ്യകാലത്തൊക്കെ മതപരമായ ദൈവികപരമായ ചിന്തകളിൽ ഊന്നിയിട്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്തായി? അത് നേരെ മറിച്ച് മാനവികതയെ പ്രൊമോട്ട് ചെയ്ത് മനുഷ്യൻ്റെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടാവുന്ന, അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ആ ഒരു പോർഷൻ നോക്കുക. മധ്യകാല ലോകത്തെ പ്രധാനമായും സ്വാധീനിച്ചിരുന്നത് സ്കൊളാസ്റ്റിസിസം എന്നറിയപ്പെട്ട തത്വശാസ്ത്രമായിരുന്നു. അതായത് ആ ഒരു കാലഘട്ടത്തെ തത്വശാസ്ത്രമായിരുന്നു ഈ സ്കൊളാസ്റ്റിസിസം എന്നറിയപ്പെടുന്ന തത്വശാസ്ത്രമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഈ ഒരു തത്വശാസ്ത്രം ഏതിനെ കേന്ദ്രീകരിച്ചായിരുന്നു? ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതായിരുന്നു ഈ ഒരു തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അതായത് ക്രൈസ്തവ മതത്തിനായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ സാഹചര്യങ്ങൾക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. പിന്നീട് എന്താണ് പറയുന്നത്? ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയുള്ള ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് ഊന്നൽ നൽകിയിരുന്നത് എന്ന് പറയുന്നത്. വിജ്ഞാനത്തിനെയും അന്വേഷണത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും ദൈവം അതുപോലെ തന്നെ പരലോക ജീവിതം ഇതിനെക്കുറിച്ചാണ് കൂടുതലായിട്ടും പറഞ്ഞിട്ടുള്ളത്, ഊന്നൽ നൽകിയത് എന്ന് പറയുന്നു. ഇതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. നമ്മൾ പഠിക്കുന്നത് തന്നെ മാനവികത എന്നൊരു ചാപ്റ്ററാണല്ലോ. അതിൽ നിന്നൊക്കെ മാറി മനുഷ്യന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മനുഷ്യൻ്റെ ഇഹലോക ജീവിതത്തിന്, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് മാനവികത കടന്നു വരുന്നത് എന്ന് പറയുന്നു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഇതിൽ നിന്ന് മാറി മനുഷ്യന് ഇഹലോകത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ട് മാനവികത വന്നു. മനുഷ്യനിൽ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതവാദികൾ എന്താക്കി? ഊന്നൽ നൽകി. അതായത് മനുഷ്യനുണ്ടാവുന്ന വികാരങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ കഴിവുകൾ, അതിനൊക്കെയാണ് അവർ എന്താക്കിയത്? പ്രാധാന്യം കൊടുത്തത് എന്ന് പറയുന്നു. ദൈവ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള പരിവർത്തനമായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതായത് ദൈവത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആ ക്രൈസ്തവ ചിന്താഗതികളും അതുപോലെ തന്നെ പരലോക ജീവിതവും ഉണ്ടായിരുന്ന മധ്യകാല ലോകത്തിൽ നിന്നും നേരെ മറിച്ച് പിന്നീട് എന്തായി? ഊന്നൽ നൽകിയത് ഏതിലേക്കാണ്? മാനുഷികപരമായ കാര്യങ്ങൾക്കാണ്. അതായത് ദൈവിക കേന്ദ്രീകൃതമായ കാര്യങ്ങളിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ കാര്യങ്ങളിലേക്ക് എന്താക്കുന്നു? കടന്നു വരുന്നു. പിന്നീട് എന്താണ് പറയുന്നത്? വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും മാനവികതയിൽ സ്ഥാനം ലഭിച്ചു. അവർ മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് വിമർശനങ്ങൾ വന്നു, അവർ എന്താക്കി? മതത്തിൻ്റെ ആധിപത്യത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. അടുത്ത സെൻറ്റൻസ് നോക്കുക, അടുത്ത പാരഗ്രാഫ് നോക്കുക. ഇക്കാലത്ത് പ്രാചീന ഗ്രീക്കോ റോമൻ ഗ്രന്ഥങ്ങൾ ജനങ്ങൾ വർദ്ധിച്ച തോതിൽ താല്പര്യത്തോടെ വായിച്ചു എന്നുള്ളതാണ്. അന്നേരമുണ്ടായിരുന്ന ഗ്രീക്കിലെ റോമിലെ അരിസ്റ്റോട്ടലിൻ്റെയും പ്ലാറ്റോയുടെയൊക്കെ ഗ്രന്ഥങ്ങൾ വായിച്ചു എന്നുള്ളതാണ്. പ്രാചീന ഗ്രീക്ക് തത്വചിന്തകനായ അരിസ്റ്റോട്ടലിൻ്റെ ആശയങ്ങൾ അറബികൾ യൂറോപ്പിലേക്കൊക്കെ പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ ഒരുപാട് എഴുത്തുകൾ യൂറോപ്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു. അതെല്ലാവർക്കും വായിക്കാൻ സുലഭമാക്കി എന്നുള്ളതാണ്. മാനവികതാവാദികൾ എന്താക്കി? പ്രാദേശിക ഭാഷകളിൽ കൃതികൾ രചിക്കുകയും, നമ്മൾ നേരത്തെ പറഞ്ഞ ദൈവിക തത്വചിന്തകൾ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ മാനവികതാവാദികൾ അവരുടെയൊക്കെ പ്രാദേശിക ഭാഷകളിൽ എന്താക്കി? കൃതികളൊക്കെ രചിക്കുകയും ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും ശില്പങ്ങൾ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത് അവരെ ഒരു ചുറ്റുവട്ടങ്ങളിൽ എന്താക്കി? അവരുടെ ഗ്രീക്കോ റോമൻ ശൈലിയിൽ ചിത്രങ്ങളും അതുപോലെ തന്നെ ശില്പങ്ങളൊക്കെ നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. അവർക്ക് പ്രധാന പ്രചോദനം പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളായിരുന്നുവെങ്കിലും അവരുടെ കാഴ്ചപ്പാട് വ്യത്യസ്തമായിരുന്നു. ഈ പറയുന്ന പ്രാചീന ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങളിൽ അരിസ്റ്റോട്ടലിൻ്റെയൊക്കെ പുസ്തകങ്ങളായിരുന്നു അവർക്ക് വളരെ പ്രധാനമായിട്ടും പ്രചോദനം ഉണ്ടായിരുന്നത്. പക്ഷേ എന്നാലും അവരുടെ ആശയങ്ങളൊക്കെ എന്തായിരുന്നു? ഒരുപാട് വ്യത്യസ്തമായിരുന്നു. കാഴ്ചപ്പാടൊക്കെ ഒരുപാട് വ്യത്യസ്തമായിരുന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് എന്താണ്? ഗ്രീക്കോ റോമൻ കാല ദൈവത്തെയും സമ്പന്നരെയും ശക്തരെയുമാണ് ചിത്രീകരിച്ചിരുന്നത്. അതായത് ഗ്രീക്ക് കാലങ്ങൾ അവരുടെ പുസ്തകങ്ങളിലൊക്കെ എന്തായിരുന്നു സമ്പന്നരായി ശക്തമായി ചിത്രീകരിച്ചത്? ദൈവങ്ങളെയും അതുപോലെ തന്നെ കലദൈവത്തെയും. അവരുടെ കലയൊക്കെ എന്തിനാണ് പ്രധാനമായിട്ടും ചിത്രീകരിച്ചത്? ദൈവത്തെയും സമ്പന്നരെയൊക്കെയാണ് ശക്തരായിട്ട് ഗ്രീക്കോ റോമൻ കാലത്തെ കല ചിത്രീകരിച്ചതെന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ എത്തുന്നതെന്നാൽ നവോത്ഥാന കാല മനുഷ്യരുടെ സ്വാഭാവികതയോടെയാണ് ചിത്രീകരിക്കുന്നത്.
ചിത്രീകരിക്കുകയാണ് നല്ലത്. അപ്പോൾ അവരുടെ സ്വാഭാവികതയൊക്കെ നോക്കിയിട്ടാണ് എന്താക്കുന്നത്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് പറയുന്നത്, നവോത്ഥാന കാലത്തെ കലാസാഹിത്യ സൃഷ്ടികൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നു. ആ ഒരു കാലത്തുണ്ടായിരുന്ന കലാസാഹിത്യ സൃഷ്ടികൾ എന്താക്കുന്നു, ആ കാലത്തെ മനുഷ്യരുടെ സ്വഭാവത്തെയും അതുപോലെ തന്നെ അവരുടെ പ്രകൃതിയെയാണ് കൂടുതലും സമ്പന്നമായി ചിത്രീകരിച്ചതെന്ന് പറയുന്നു. അതൊക്കെ അവരുടെ പുസ്തകങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മാനവികത പിൽക്കാലത്ത് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങി വിവിധ മേഖലകളിൽ മാറ്റത്തിനുള്ള പ്രചോദനവും സ്രോതസ്സുമായി മാറി എന്നുള്ളതാണ്. പിന്നീട് മാനവികത എന്ന് പറയുന്നത് ചിത്രകല, ശില്പം, അങ്ങനെ പല കാര്യങ്ങൾ, സാഹിത്യമാവട്ടെ രാഷ്ട്രീയമാവട്ടെ അതിലൊക്കെ മതം, അങ്ങനെ ശാസ്ത്രം തുടങ്ങിയവയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഈ മാറ്റങ്ങളെയാണ് നവോത്ഥാനം പ്രതിനിധീകരിക്കുന്നത് എന്നുള്ളതാണ്. ഈ മാറ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നവോത്ഥാനത്തിൻ്റെ ഒരു ചവിട്ടുപടിയായിട്ട് പറയുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, ഒരു ചോദ്യം നോക്കിയൊക്കെ, മാനവികതയുടെ കടന്നുവരവ് ലോകചരിത്രത്തെ സ്വാധീനിച്ചത് എങ്ങനെ? നമ്മൾ ലാസ്റ്റ് പറഞ്ഞല്ലോ, മാനവികത വരുന്നു, മാനവികത കടന്നു വരുന്നതോടുകൂടെ തന്നെ പ്രധാനമായിട്ടും ദൈവിക ചിന്തകളിൽ നിന്ന് മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തകളിലേക്ക് എത്തുന്നു. മാനവികതയുടെ കടന്നുവരവിലൂടെ ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയവയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ ഒരു സൈഡ് ബോക്സ് നമുക്ക് അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് അരിസ്റ്റോട്ടലിനെ കുറിച്ച് പറയുന്നത്? പ്രാചീന ഗ്രീസിൽ ജീവിച്ചിരുന്ന ചിന്തകനായിരുന്നു അരിസ്റ്റോട്ടിൽ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നവോത്ഥാന കാലത്ത് പുതിയ ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും പശ്ചാത്തലമൊരുക്കി, അതായത് വഴിയൊരുക്കി എന്നുള്ളതാണ്. അരിസ്റ്റോട്ടിൽ നിന്നാണ് പ്രാചീന ഗ്രീസിലുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ വഴിയൊരുക്കി എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, 12-13 നൂറ്റാണ്ടുകളിലേക്ക്, അതായത് 12-13 നൂറ്റാണ്ടുകളിലേക്ക് എന്താക്കി, യൂറോപ്പിൽ അരിസ്റ്റോട്ടലിൻ്റെ കൃതികൾ ലത്തീനിലും പ്രാദേശിക ഭാഷകളിലും വിവർത്തനം ചെയ്ത് പ്രചരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു 12-13 നൂറ്റാണ്ട് യൂറോപ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ കൃതികളൊക്കെ വിവർത്തനം ചെയ്തിട്ട് എന്താക്കി പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സത്യാന്വേഷണത്തിന് അദ്ദേഹം നൽകിയ പ്രാധാന്യവും പഠനങ്ങളുടെ വ്യാപ്തിയുമാണ് ഇതിന് കാരണമായത് എന്നുള്ളതാണ്. അദ്ദേഹം ഒരുപാട് മാനവികതയും നവോത്ഥാനത്തെയും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരുപാട് കൃതികളും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് അത് ഒരുപാട് വ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പേജ് നോക്ക്, നവോത്ഥാന കല. അവിടെ ആദ്യം തന്നെ 2 ചിത്രം കൊടുത്തിട്ടുള്ളത്, മധ്യകാല ചിത്രം, നവോത്ഥാന കാലത്തെ ചിത്രം. ഈ 2 ചിത്രത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നത്. മധ്യകാലത്തെയും നവോത്ഥാന കാലത്തെയും പ്രധാന ചിത്രങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. രണ്ടിൻ്റെയും പ്രമേയം ഒന്ന് തന്നെയാണ്. എന്നാൽ ഇവയുടെ ശൈലിയിലുണ്ടായിരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അതിലെന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? മധ്യകാലത്തെ ചിത്രം മാലാഖമാർ എന്താക്കുന്ന സ്വർഗീയത തുടങ്ങിയ ആത്മീയ ഘടകങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സമയത്ത്, ആദ്യത്തെ ചിത്രം നോക്ക്, ഒരു മാലാഖയും അതിൻ്റെ ചുറ്റും കുറേ ഇതൊക്കെ ആയിട്ട്, അപ്പോൾ അതൊരു ആത്മീയതയ്ക്കാണ് അതിൽ പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ, നേരെ മറിച്ച് നവോത്ഥാന കാലത്തിലെത്തിക്കുന്ന സമയത്ത് എന്തായി, ചിത്രം ശരീരത്തിൻ്റെ സൗന്ദര്യം, അതുപോലെ തന്നെ മൗലികത, വർണ്ണങ്ങളുടെ സ്വാഭാവിക പ്രയോഗം തുടങ്ങിയ ഭൗതിക ഘടകങ്ങൾക്ക് ഊന്നൽ നൽകുന്നു. ആദ്യത്തേത് ഒരു ആത്മീയതയും രണ്ടാമത്തത് മാലാഖയും ചുറ്റും സ്വർഗത്തിലുണ്ടാവുന്ന ഒരു കാര്യങ്ങളാണ് ആദ്യത്തേതിൽ. രണ്ടാമത്തത് ശാരീരിക സൗന്ദര്യത്തിൻ്റെയും അതുപോലെ തന്നെ ഈ സമീപകാലങ്ങളിലുള്ള, അതായത് ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങൾക്കാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു രീതിയിൽ എന്തായിട്ടുണ്ട്, നവോത്ഥാന കാലത്ത് ചിത്രകല, ശില്പകല, വാസ്തുവിദ്യ എന്നീ മേഖലകളിൽ സവിശേഷമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. യൂറോപ്പിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളിലൊന്നായ ഫ്ലോറൻസ് നഗരമായിരുന്നു ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഇറ്റലിയിൽ ഫ്ലോറൻസ് നഗരം ഉണ്ടായിരുന്നു, അതായിരുന്നു നവോത്ഥാന കാലത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് പരിഗണിക്കപ്പെടുന്നു എന്നുള്ളത്. ഇനി അടുത്ത പോർഷൻ നോക്ക്, ചിത്രകല എന്നൊരു സൈഡ് ഹെഡിങ് നോക്ക്. അതിലെന്താണ് പറയുന്നത്, നവോത്ഥാന കാലത്ത് മാനവികത ഏറ്റവും ശക്തമായി പ്രതിഫലിച്ച മേഖലയായിരുന്നു ചിത്രകല എന്ന് പറയുന്നത്. ചിത്രം വരക്കുന്ന ആൾക്കാർ, ചിത്രകാരർ എന്താക്കി, അവരുടെ ആശയങ്ങളൊക്കെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, ചിത്രങ്ങളിൽ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തമായും സൂക്ഷ്മതയോടെയും അവർ അവതരിപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ചിത്രങ്ങളിലൂടെ മനുഷ്യരൂപങ്ങളൊക്കെ അവർ വളരെ വ്യക്തമായി അവതരിപ്പിച്ചു. ശരീരശാസ്ത്രത്തിൽ അതായത് അനാട്ടമിയിൽ അവർ കൈവരിച്ചുന്ന അറിവൊക്കെ എന്താക്കി അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റി എന്നുള്ളതാണ്. യുക്തിചിന്തയ്ക്കും അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരന്മാർ എന്താക്കി തങ്ങളുടെ സൃഷ്ടികളിൽ ഊന്നൽ നൽകി എന്നുള്ളതാണ്. യുക്തിചിന്ത അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികത നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. ചിത്രകല എന്ന് പറയുന്ന സമയത്ത് മധ്യകാലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഇതായിരുന്നു, അവരുടെ ആശയങ്ങൾ കൈമാറിയതായിരുന്നു. യുക്തിചിന്തയും മനുഷ്യ സ്വഭാവത്തിലേക്കായിരുന്നു അവർ പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. മാനവികതയുടെ സ്വാധീനം കാരണം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിരുന്നു. ആ കാലത്ത് നമ്മൾ പറഞ്ഞല്ലോ മാനവികതയാണ്. അപ്പോൾ ആ മാനവികതയോടുള്ള ഒരു കാരണത്താൽ അത് വളരെയധികം എന്താക്കി
കൃത്യതയുള്ളതും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. പ്രധാനപ്പെട്ട 2 പോയിൻ്റ് നമ്മൾ മനസ്സിലാക്കുക. മധ്യകാലത്തിൽ വളരെ പ്രധാനമായി ഊന്നൽ നൽകിയതായിരുന്നു യുക്തിചിന്തയും അതുപോലെ തന്നെ മനുഷ്യ സ്വഭാവങ്ങളെയും കേന്ദ്രീകരിച്ചായിരുന്നു മനുഷ്യരൂപങ്ങളെയൊക്കെ അവർ എന്താക്കി ചിത്രത്തിൽ പകർത്തി എന്നുള്ളതാണ്. എന്നിട്ട് എന്താണ് പറയുന്നത്, ദൈവസിദ്ധാന്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന പ്രമേയങ്ങളാണ് തങ്ങളുടെ സൃഷ്ടികൾക്ക് കലാകാരന്മാർ പൊതുവെ തിരഞ്ഞെടുത്തത്. പൊതുവെ ദൈവസിദ്ധാന്തങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് നൽകുന്നത് തന്നെയായിരുന്നു തിരഞ്ഞെടുത്തത്. എങ്കിലും അവരുടെ ചിത്രങ്ങളിലേക്ക് താഴെ പറയുന്ന കുറേ സവിശേഷതകൾ കാണാമായിരുന്നു എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് ആ സവിശേഷതകൾ എന്ന് പറയുന്നത്? ദൃശ്യങ്ങളുണ്ടായിരുന്നു, ഭൂദൃശ്യങ്ങൾ, ലാൻഡ്സ്കേപ്സുകൾ. അവർ വരക്കുന്ന ചിത്രത്തിൽ ആ നാട്ടിൻ്റെ ഭൂദൃശ്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും അവർ ചിത്രീകരിച്ചിരുന്നു. പ്രകാശത്തെയും കാര്യങ്ങളൊക്കെ അവരെന്താക്കി ചിത്രീകരിച്ചു. മനുഷ്യ ശരീരത്തിൻ്റെ യഥാർത്ഥ ചിത്രീകരണം സ്വാഭാവികമായിട്ട് മനുഷ്യ ശരീരം എന്താക്കി അവർ രൂപീകരിച്ചു, അവരെന്താക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ്. പിന്നെ എണ്ണച്ചായത്തിൻ്റെ ഉപയോഗം, എണ്ണച്ചായം അവരെന്താക്കിയിട്ടുണ്ടായിരുന്നു, ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്നു. ഛായാചിത്രങ്ങളുണ്ടായിരുന്നു, പോർട്രൈറ്റ്സ്, അതായത് നമ്മൾ ചായം ചെയ്യാന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ചിത്രങ്ങൾ അവർ വരച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ജൈവ ചിത്രീകരണം ഉണ്ടായിരുന്നു. അതായത് മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിൻ്റെ ചിത്രീകരണവും അവർ വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോക്കുക, അവിടെ 2 ചിത്രങ്ങളിൽ ആദ്യത്തെ ചിത്രം ജിയോവാന്നി ബെല്ലനി വരച്ചതായിരുന്നു. ആഗണി ഇൻ ദി ഗാർഡൻ എന്നുള്ളതാണ്, പൂന്തോട്ടത്തിലെ വേദന. അതിൽ ക്രിസ്തു മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യർ എന്താക്കുന്നത്, അദ്ദേഹത്തിൻ്റെ സമീപത്ത് ഉറങ്ങുന്നതായി കാണാം. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ക്രിസ്തുവിനെ പിടികൂടാൻ വേണ്ടി റോമൻ പടയാളികൾ ആ ഒരു സൂക്ഷിച്ച് നോക്കിയാൽ ആ ഒരു വശത്തിലൂടെ ക്രിസ്തുവിൻ്റെ ഇടതുവശത്തിലൂടെ വരുന്നതും കാണാം. രണ്ടാമത്തെ ഒരു ചിത്രം നോക്ക്, അത് പിയറോ ഡെല്ല വരച്ചാണ്. ഫ്രാൻസിസ്കയുടെ പ്രശസ്തമായ ഇരട്ട എണ്ണച്ചായ ചിത്രമാണ് അത്. ഡിപ്റ്റിക് ഓഫ് ദി ഫെഡറിക്കോ ദ മോണ്ടെ ഫെൽട്രോയും ബാറിസ്റ്റ സ്ഫോർസയാണ് ആ 2 ചിത്രത്തിലുള്ളത്. ആ ഒരു ചിത്രം നോക്കി ഈ ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ച് നവോത്ഥാനകാല ചിത്രങ്ങൾ ഏതെല്ലാം സവിശേഷതകൾ അതിൽ പ്രതിഫലിക്കുന്നുണ്ട് നോക്കുക. മനുഷ്യരൂപങ്ങളെ വ്യക്തമായി വരക്കുന്നു, അതുപോലെ തന്നെ പ്രകാശങ്ങളെ കൊടുക്കുന്നു, പിന്നെ അതുപോലെ തന്നെ എണ്ണച്ചായ ചിത്രങ്ങൾ, അങ്ങനെ കുറേ സവിശേഷതകൾ നമുക്ക് എന്താക്കാൻ പറ്റും, അതിൽ കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ പറയുന്നത് ജിയോട്ടോയുടെ ചിത്രങ്ങളിലാണ് ഗ്രീക്കോ റോമൻ സ്വാധീനം ആദ്യമായി പ്രകടമായത്. പിൽക്കാലത്ത് ചിത്രകലാരംഗത്ത് കടന്നു വന്ന എല്ലാവരെയും സ്വാധീനിച്ച ചിത്രകാരൻ മസാച്ചിയോ ആയിരുന്നു. ആദ്യം ജിയോട്ടോ ആയിരുന്നു പ്രധാനമായിരുന്നു, പിന്നെന്തായി മസാച്ചി ആയിരുന്നു എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങൾ വൃത്താകാരത്തിലുള്ളവയും അതിൽ തന്നെ പ്രതലത്തിൽ നിന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നതുമായിരുന്നു എന്നുള്ളതാണ്. ദൈനംദിന ജീവിതങ്ങളൊക്കെ അദ്ദേഹം എന്തായിരുന്നു, വളരെ ദൈനംദിന ജീവിതങ്ങളൊക്കെ പേറുന്ന മനുഷ്യരൂപങ്ങളൊക്കെ അദ്ദേഹം തന്മയത്വത്തോടെ അദ്ദേഹം ചിത്രീകരിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായി അദ്ദേഹം വരച്ചിരുന്നു എന്നുള്ളതാണ്. പിന്നീട് പറയുന്നത് ലിയനാർഡോ ഡാവിഞ്ചിയാണ്. ഡാവിഞ്ചിയുടെ വിശ്വപ്രസിദ്ധങ്ങളായ ചിത്രങ്ങളാണ് അന്ത്യാത്താഴം, നമ്മൾ കേട്ടത് ദ ലാസ്റ്റ് സപ്പർ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ മൊണാലിസ എന്നിവ. വർണ്ണം, നിഴൽ, അതുപോലെ തന്നെ പ്രകാശം എന്നിവയെ സംയോജിപ്പിക്കുന്ന ശാസ്ത്രത്തിൽ ഡാവിഞ്ചി അതുല്യനായിരുന്നു എന്ന് ഈ ചിത്രങ്ങൾ നമ്മോട് പറയുന്നുണ്ട്. അതായത് അന്ത്യാത്താഴവും അതുപോലെ തന്നെ ഈ പറയുന്ന മൊണാലിസയും വർണ്ണവും നിഴലും പ്രകാശമൊക്കെ സംയോജിപ്പിക്കുന്നതിൽ ഡാവിഞ്ചി വളരെയധികം പ്രശസ്തനായിരുന്നു എന്നുള്ളതാണ്. ഇനി നേരെ നെക്സ്റ്റ് പേജിലേക്ക് നോക്കിയൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മനുഷ്യ ശരീരത്തെക്കുറിച്ച് ശാസ്ത്രീയമായി പഠിച്ചൊരു വലിയൊരു ബഹുമുഖ പ്രതിഭയായിരുന്നു ലിയനാർഡോ ഡാവിഞ്ചി എന്ന് പറയുന്നു. ഈ മൊണാലിസ എന്നൊരു ചിത്രം, അതുപോലെ തന്നെ അന്ത്യത്താഴം എന്നൊരു ചിത്രം, ഇത് രണ്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ഡാവിഞ്ചിയുടെ പ്രശസ്തമായ ചിത്രങ്ങൾ എന്ന് പറയുന്നത്. അതിൽ അന്ത്യത്താഴത്തിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യരോട് പറയാണ്, തൻ്റെ പീപ്പിൾസ്, അതായത് അവർ പഠിക്കുന്ന കുട്ടികളോട് പറയാണ്, ശിഷ്യന്മാരോട്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു ക്രിസ്തു പറയാണ്. അപ്പോൾ തൻ്റെ ശിഷ്യരോട് പറയുന്ന സമയത്ത് അവരുടെ മുഖത്തുണ്ടായ അത്ഭുതവും അതുപോലെ തന്നെ ഭയവും കുറ്റബോധമൊക്കെ തുടങ്ങിയ മനുഷ്യവികാരങ്ങളാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു മനുഷ്യവികാരങ്ങളൊക്കെ ചിത്രകലയിലൂടെയും എഴുത്തുകളിലൂടെയൊക്കെ നവോത്ഥാന കാലത്ത് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യവികാരങ്ങളാണ് അന്ത്യത്താഴത്തിൽ എന്താക്കുന്നത്, പ്രതിഫലിപ്പിക്കുന്നത്, ഭയവും അത്ഭുതവും കുറ്റബോധമൊക്കെ. മൊണാലിസയിലൂടെ നിഗൂഢമായ മുഖഭാവത്തിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളത് ചരിത്രകാരന്മാരൊക്കെ എന്താ പുതിയ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. പിന്നീട് എന്താണ് പറയുന്നത്, വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മുകൾ തട്ടിൽ, അതായത് സീലിങ്ങിൽ, സിസ്റ്റൈൻ ചാപ്പലിൻ്റെ സീലിങ്ങിൽ വരച്ച ചുമർ ചിത്രങ്ങൾ അന്ത്യവിധിയും അങ്ങനെയുള്ള ഒരു ചിത്രങ്ങളൊക്കെ ആയിരുന്നു മൈക്കൽ ആഞ്ചലോ എന്നൊരു മറ്റൊരു
പ്രതിഭാശാലി അനശ്വരമാക്കുന്നത്. മൈക്കൽ ആഞ്ചലോയുടെ ഒരു ചിത്രം കാണാം, അദ്ദേഹത്തിൻ്റെ ചുമർ ചിത്രങ്ങളൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ശക്തരും അതുപോലെ തന്നെ സുന്ദരവുമായ മനുഷ്യരായിരുന്നു അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നു. അതുപോലെ തന്നെ നവോത്ഥാന കാലത്ത് ശ്രദ്ധ നേടിയ മറ്റ് രണ്ട് ചിത്രകാരരായിരുന്നു ടിഷ്യനും റാഫേലും എന്ന് പറയുന്നത്. വിവേകികളും മിതവാദികളും അന്തസ്സുള്ളവരുമായി റാഫേൽ ചിത്രീകരിച്ചു. മനുഷ്യരെന്നാണ് വിവേകികളായിട്ടും അതുപോലെ തന്നെ മിതവാദികളൊക്കെ ആയിട്ടാണ് റാഫേൽ വരച്ചത്. അതുപോലെ തന്നെ ഇവരുടെ ചിത്രങ്ങളിൽ ആശയത്തോടൊപ്പം സൗന്ദര്യത്തിനും അവരെന്താക്കി ഊന്നൽ നൽകിയിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ചോദ്യം നോക്ക്, നവോത്ഥാന ചിത്രകലയുടെ സവിശേഷതകൾ ചർച്ച ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കുക. എന്താണ് നവോത്ഥാന കാലത്ത് ചിത്രത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്ന സമയത്ത് പ്രധാനമായിട്ടും ആരൊക്കെയായിരുന്നു ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നത്? 15-ാമത്തെ പേജിൽ നമ്മളൊരു ചിത്രം പറഞ്ഞു, യേശു ക്രിസ്തുവും അദ്ദേഹത്തിൻ്റെ ശിഷ്യരൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ എണ്ണച്ചായ ചിത്രം പറഞ്ഞു, അത് ആരുടെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുക. അതിലെന്തൊക്കെയാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്? വർണ്ണത്തിനും അതുപോലെ തന്നെ പ്രകാശത്തിനും അവർ മനുഷ്യരൂപത്തിൻ്റെ സൗന്ദര്യത്തിനൊക്കെ പ്രാധാന്യം നൽകി. പിന്നെ ലിയനാർഡോ ഡാവിഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ലിയനാർഡോ ഡാവിഞ്ചി അന്ത്യത്താഴത്തിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? അത്ഭുതവും ഭയവും കുറ്റബോധമുള്ള വികാരങ്ങൾ മൊണാലിസയിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാക്കി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മൈക്കൽ ആഞ്ചലോയെക്കുറിച്ചും ടിഷ്യനെ കുറിച്ചും റാഫേലിനെ കുറിച്ചൊക്കെ എന്തായി നവോത്ഥാന കാലത്തെ പ്രധാനപ്പെട്ട ചിത്രങ്ങളിലാക്കിയിട്ട് നമ്മൾ പറഞ്ഞു എന്നുള്ളതാണ്.